മാഷാ അല്ലാ. ഇന്ന് നമുക്ക് ഒരു അറേബ്യൻ ഡെസേർട്ട് ആയാലോ? ഉമ്മൂലി. ഉമ്മൂലി ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് കേട്ടോ. അതിന് ബ്രെഡ് വേണം. ബ്രെഡിന്റെ സൈഡിലത്തെ സംഭവങ്ങളൊക്കെ മാറ്റി സുന്ദര കുട്ടപ്പനാകണം ബ്രെഡിന്. പിന്നെ കസ്റ്റർഡ് പൗഡർ ആവശ്യത്തിനിടാം. ഓവർ ആവരുത്. ഓവറായാൽ ടേസ്റ്റ് പോകും. അതിനുശേഷം മിൽക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മിൽക്ക് മെയ്ഡ്, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് പഞ്ചസാര ഒഴിവാക്കണവർക്ക് പഞ്ചസാര ഒഴിവാക്കാം. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക. കുറുക്കിയതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം വേണം. മാക്ടോപ്പ് ആണെങ്കിൽ ഉത്തമമായിരുന്നു. നല്ല ക്രീമാട്ടോ മാക്ടോപ്പ്. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ പാലൊഴിക്കാം. ഞാൻ അവിടെ പാലൊഴിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ്. എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും മിൽക്ക് മെയ്ഡ് ഇട്ട് നന്നായി സെറ്റപ്പാക്കി നെറ്റ്സൊക്കെ ഇട്ടാൽ ഉമ്മലി ഇവിടെ റെഡി ആയിക്കണം. അപ്പോഴാണ് പഴുത്ത മാങ്ങ അടുക്കളയിൽ ആർക്കും വേണ്ടാതിരിക്കണ കണ്ടത്. എന്തുകൊണ്ട് ഈ പഴുത്ത മാങ്ങ ജ്യൂസ് അടിച്ച് ഈ ഉമ്മലിൻ്റെ മേലേക്ക് ഇട്ടെടുത്തുവിടാന്ന് തോന്നി. ഇനിയിപ്പോൾ ഉമ്മലിയൊക്കെ മാറിയിട്ട് ഉമ്മുൽക്കോയ ആവുമെന്നുള്ളതൊന്നും ഒരു പിടുത്തം ഉണ്ടായില്ല കേട്ടോ. അതിനുശേഷം വീണ്ടും ബ്രെഡ് കുട്ടനിട്ട് നിരത്തി നമ്മൾ നന്നായിട്ട് സെറ്റപ്പാക്കി എടുത്ത് എന്നിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് ഇതിൻ്റെ മേലേക്ക് നെറ്റ്സൊക്കെ ഇട്ട് റെഡിയാക്കി. ഇനി ഇതിൽ നിങ്ങൾക്ക് ഉമ്മുൽക്കോയാന്നോ ഉമ്മുലലിന്നാ എന്താ വെച്ചാൽ വിളിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച്